അങ്ങനെ നമ്മുടെ പള്ളിയിലെ ദൈവത്തോട് യാത്ര പറഞ്ഞു. ഇനി എപ്പോഴാ എങ്ങനാ തിരികെ വരുന്നൊക്കെ ആർക്കറിയാം. ദൈവത്തെ വെച്ച് വേണ്ടാതിനം പറയരുത് കേട്ടോ. നമ്മൾ മൂക്കി വലിക്കുന്ന ശ്വാസത്തിന് പോലും അവനോട് കടപ്പെട്ടിരിക്കുന്നു. തന്നെയുമല്ല, നമുക്ക് നല്ലൊരു മോനെ തന്നു, അവന് നല്ലൊരു ഭാര്യയെ, ഇപ്പോഴാണ്ടേ ഒരു കുഞ്ഞുവനെ. അത് ശരിയാ. അതിന് തീർത്താ തീരാത്ത കടപ്പാട് പറയാനാ ഞാൻ ഈ പള്ളി വരുന്നത് തന്നെ. ഒരു പാഴ്സൽ കൂടെ വേണം. എപ്പോഴും ഈ പാഴ്സൽ ആർക്കാ സാറേ? ഞങ്ങൾക്ക് സ്വന്തം കുഞ്ഞിനെ പോലൊരു മീനാക്ഷി അവിടെ ഉണ്ടോ. സംസാരശേഷിയില്ല, അവൾക്ക് വേണ്ടിയാ ഈ പാഴ്സൽ. വന്നല്ലോ നമ്മുടെ കുട്ടികള്. ഇവരെ കാണുമ്പോഴാണ് കല്യാണം കഴിക്കാത്ത ഒരു മണ്ടത്തരമായി പോയി എന്ന് തോന്നുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നിച്ച് ഈ തണലിൽ കാണുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞങ്ങൾ ഈ റൂട്ടിൽ വന്നത്. നിങ്ങളെന്താ വീട്ടിലേക്കൊന്നും വരാത്തത്? ഞങ്ങള് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാമല്ലോ. ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടിയത് തന്റെ ഭാഗ്യമാണോ? നന്നായിട്ടുണ്ട്. അവിടെ രാവിലെ ആയല്ലേടി, പിന്നെ എന്താകും വിളിക്കാത്ത? ഒന്ന് ക്ഷമിക്കെന്റെ തോമ, വല്ലാത്ത ധൃതിയും ബഹളവും വെപ്രാളവും. മമ്മി ഹായ്. ഹായ്. ഹായ് മോനു. ഹലോ. ഹായ് മമ്മി. ഹായ് ചക്കരേ. പാപ്പാ, നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, സ്വെറ്റർ എല്ലാം റെഡിയാ. റീന തന്നെയാണ് അതെല്ലാം പോയി വാങ്ങിയത്. വരുമ്പോ മെഡിസിൻസ് അത്യാവശ്യമുള്ളതെല്ലാം എടുത്തോണേ. ഹാർട്ടിന്റെ ചെക്കപ്പ് നടത്തിയല്ലോ അല്ലേ? മമ്മിയുടെ കാലുവേദന എങ്ങനെയുണ്ട്? അതൊക്കെ എപ്പോഴേ പോയി. ഒരാഴ്ചക്കുള്ളിൽ വിസ കിട്ടുമെന്ന് അറിഞ്ഞത്. അങ്ങനെയാണേല് നിങ്ങൾക്ക് അധികം താമസിക്കാതെ പുറപ്പെടാം മമ്മി. അയ്യോ, ഫോൺ കട്ടായി. കുഞ്ഞുമാവയെ ഒന്നും കൂടെ കാണണമായിരുന്നു. എനിക്കും. അന്നക്കുട്ടിയെ. ഓ, കുഞ്ഞുമാവയ്ക്ക് എന്റെ അന്നക്കുട്ടിയുടെ അതേ മുഖഛായയാ. ഒന്ന് ചുമ്മാ ഇരിക്കണ്ട തോമ. അപ്പൂപ്പനെ പറിച്ചു വെച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയത്. ചാറുകള് രണ്ടു തരം: വാളംപുളി, കൊടംപുളി, കുരുമുളക്, ഏലക്ക, ചിപ്സ്. കുഞ്ഞിന് വേണ്ടുന്ന കുറുക്കും വാങ്ങണം. തെങ്ങിൻ പൂക്കിലാതി ലേഹ്യവും കുഴമ്പും ആ കൂട്ടത്തിൽ വേണം. വീട് പൂട്ടി താക്കോല് നമുക്ക് മീനാക്ഷിയുടെ അമ്മയെ ഏൽപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് അവര് വന്ന് വൃത്തിയാക്കിക്കൊള്ളും. എന്നാ യാത്ര? ഇനി ഒട്ടും താമസം ഉണ്ടാവില്ലെന്നാ ഇന്നലെ അവൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. അല്ലേ ജയ? അതിനു മുമ്പേ ഒരു മധുര വിതരണം. വാങ്ങാനുള്ളതൊക്കെ കൃത്യമായി വാങ്ങണം. അവസാന നിമിഷത്തേക്ക് മാറ്റിവെച്ച പലതും മറന്നുപോവും. പെങ്ങളുട്ടിയെ പറഞ്ഞു കൊടുക്കേ. വേണുജി, അലീക്ക, ഹരിഹര, 3 പേരോടും യാത്ര പറയാൻ വന്നതാണ്. അവസാന സമയത്തേക്ക് നീട്ടിവെച്ച് തടസ്സം വരണ്ടെന്ന് കരുതി. എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് ഓർക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങല. എന്തോ നമ്മൾ ഇനി ഇങ്ങോട്ട് തിരികെ വരില്ല എന്നൊരു തോന്നലാ എനിക്ക്.
അങ്ങ് പോയാ കുഞ്ഞ് സ്കൂളിലാവുന്നത് വരെ അവിടെ നിന്നല്ലേ പറ്റൂ. അവൻ വിസ എങ്ങനെയാ എടുത്തിരിക്കുന്നതെന്നും അറിയില്ലല്ലോ. ഒരു സമയം കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം വെറും അപ്പൂപ്പന്താടി പോലെയാ. കാറ്റിനനുസരിച്ച് പറന്നു പറന്നു, പിന്നെ ചില ചില്ലകളിൽ പറ്റിയിരുന്ന് അടുത്ത കാറ്റിന് വീണ്ടും പറന്നു പറന്നു പറന്നു. സുഖല്ലേ? സുഖാണ് മോനെ. മോളെവിടെ? ഹായ് മമ്മി. ഹായ് പപ്പ. മമ്മി, എനിക്ക് പുറത്തേക്ക് പോണം. ആ. നിങ്ങൾ സംസാരിക്കേ. ഓക്കേ, ബൈ ബൈ മമ്മി. ആ മമ്മ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തിരക്ക് സീസൺ ആയതുകൊണ്ട് ടിക്കറ്റ് ഇപ്പൊ മമ്മായിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. തന്നെയുമല്ല, അപ്പാർട്ട്മെന്റിൽ ഒരാൾക്കും കൂടി ഉള്ള ഇടമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോയിട്ട് പപ്പായെ പുറകെ കൊണ്ടുവരാം. ആദ്യം മമ്മ വരട്ടെ. ഓക്കേ. ഇവിടെ നാം വേർപിരിയണമെന്നെഴുതിയ വിധിവാക്യമൊന്നു വായിച്ചു നടുങ്ങവേ, മിഴിപൂട്ടിയാർദ്രതയൊട്ടു മറച്ചു നിൻ മിഴികളാലെന്തു നീ ചൊല്ലുന്നനക്ഷരം, മിഴികളാലെന്തു നീ ചൊല്ലുന്നനക്ഷരം. കരുണയോടരുമയായി വിളർന്ന ചുണ്ടു ചൊരിയുന്നുവോ മൃദു മന്ദഹാസത്തെളി, എഴുതിയതാരെന്നു അറിവതില്ലെന്തിനിതെഴുതിയതെന്നു ഇതെന്തൊരു കേളിയോ, എഴുതിയതെന്നു ഇതെന്തൊരു കേളിയോ. 32 വർഷമായി ഈ തണലിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ല. ഈ സ്നേഹച്ചൂടിൽ നിന്നും വിട്ടുനിന്നിട്ടില്ല. ഈ 32 വർഷവും നമ്മൾ ഒന്നായിരുന്നു. കാറ്റത്തും മഴയത്തും വെയിലിലും മഞ്ഞത്തും. എന്തായി തന്നെ കുട്ടിയെ, നമ്മൾ രണ്ടുപേരും മാത്രം എന്തെല്ലാം പരീക്ഷണഘട്ടങ്ങൾ കടന്നു. ഓനെ വളർത്തി വലുതാക്കാൻ നമ്മൾ ചവിട്ടി നടന്ന കല്ലുകളും മുള്ളുകളും നമ്മുടെ രണ്ടുപേരും സ്വകാര്യമായ സന്തോഷങ്ങളായിരുന്നു. തോമാച്ചന്റെ കണ്ണെന്തിനെ നിറഞ്ഞൊഴുകുന്നത്? ഇതുവരെയും എന്റെ ഒപ്പം തോമാച്ചനുണ്ടായിരുന്നു. എന്നെ സ്നേഹിച്ച് കാത്തു സൂക്ഷിച്ച് ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന്, ഒരു കൂട്ടുകാരന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ എല്ലാമായി. എന്നിട്ടിപ്പോ അവസാന കാലം മുൻപേ വന്നിരിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് തോമാച്ചൻ എന്റെ ആരായിരുന്നു, എന്റെ എന്തായിരുന്നു. എന്റെ ജീവിശ്വാസം എന്നിൽ നിന്ന് പകുത്തു മാറ്റിയിട്ട അവരെന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്. ഞാനിപ്പോ വരാം.
തോമാച്ചോ, എടി അന്നക്കുട്ടിയെ, ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം. ഇവിടെ അതേ സംഭവിച്ചിട്ടുള്ളടി. എനിക്ക് അവിടെ വേണമെങ്കിലും താമസിക്കാം. തോമാച്ച, എന്നാലും അച്ചായന് വയ്യാത്ത ആളാണെന്നും മരുന്നെല്ലാം നോക്കുന്നത് ഞാനാണെന്നും അവർക്ക് അറിയാൻ വയ്യാത്ത കാര്യം അല്ലല്ലോ തോമാച്ച. അതെ, സമയം ഒത്തിരി ആയില്ലേല്, ബുദ്ധിമുട്ടില്ലേല് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. നമ്മൾ ജീവിതം തുടങ്ങിയ കാലത്തേതുപോലെ തട്ടുകടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് സന്തോഷമായി. പുലർക്കാലവേളയിൽ പൂവിതൾ ചോപ്പിലെ നറുമഞ്ഞു തുള്ളി തൻ ക്ഷണികത കണ്ടു നാം അരുണനോടൊപ്പം ഈ യാത്ര തുടങ്ങിയതരുതൻ നഗലിൽ നിന്നാരോ വിളക്കിയോ. ഇപ്പോൾ ഏറെ തിരക്കുള്ള സീസണല്ലേ, അതുകൊണ്ട് അവർക്ക് ഒറ്റ ടിക്കറ്റേ കിട്ടിയുള്ളൂ. കൂടി വന്നാൽ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനും അങ്ങ് വരത്തില്ലേ. അതിനിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ അടി അന്നാമ്മേ? അപ്പാർട്ട്മെന്റിൽ നമുക്ക് 2 ആൾക്കും കൂടെ താമസിക്കാനുള്ള ഇടം കുറവാത്രേ. ഇന്നാൾ അവര് നമുക്ക് അയച്ചു തന്ന ഫോട്ടോയില് വളരെ വലിയ വീടായിരുന്നല്ലോ. എന്റെ തോമാച്ചനെ കൂടെ ഉൾക്കൊള്ളാനാവാത്ത വിധം അത്ര ചെറുതായി പോയോ അവരുടെ അപ്പാർട്ട്മെന്റ്? എടി മണ്ടി, അത് അവള് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു നുണ പറഞ്ഞതല്ലേ. ടിക്കറ്റ് റെഡി ആവുന്നതും വരെ ഒരു സമാധാനത്തിന്. എനിക്കെന്റെ തോമാച്ചനൊപ്പമില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോവാനാവില്ലെന്ന് ഇപ്പോഴാ ഞാൻ തിരിച്ചറിയുന്നത്. അടുത്ത് വേണമെന്നില്ല, സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടവനാ. കരുണയോടരുമയായി വിളർന്ന ഉള്ളിലെ ചുടിയുന്നുവോമൃദുമന്ദഹാസത്തെളി എഴുതിയതാരെന്നും അറിവതില്ലെന്തിനിതെഴുതിയതെന്നും ഇതെന്തൊരു കേളിയോ എഴുതിയതെന്നും ഇതെന്തൊരു കേളിയോ. ഹൃദയങ്ങളൊന്നായി നമ്മൾ കഴിഞ്ഞതാ സമയ സംഗീത സുരമ്യരാഗങ്ങളും സമയ സംഗീത സുരമ്യരാഗങ്ങളും. എത്ര മരുന്നുകളാ, എപ്പോഴൊക്കെയാ കഴിക്കേണ്ടത് ഒന്നും ശ്രദ്ധിക്കില്ല. ഞാൻ കൂടെ ചെന്നില്ലെങ്കിൽ നടക്കാൻ പോലും പോവില്ല. അവർക്ക് അമേരിക്കയിൽ കുഞ്ഞിനെ നോക്കാൻ കാശ് കൊടുത്ത ആളിനെ കിട്ടും. ഈ ലോകം മുഴുവൻ തന്നാലും എന്റെ തോമാച്ചന് പകരമാവില്ലല്ലോ. ഞാൻ പോവത്തില്ല. ഈ സ്നേഹത്തണലിന്ന് എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാമെന്ന് ആരും കരുതുകയും വേണ്ട. അന്നക്കുട്ടിയെ, മോള് വന്നു. 7 നേരം. അന്നക്കുട്ടിയെ, അന്നക്കുട്ടി, 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 അന്നക്കുട്ടിയെ, അന്നക്കുട്ടിയെ, അന്നക്കുട്ടി.
അന്നക്കുട്ടിയെ അന്നക്കുട്ടി അന്നക്കുട്ടിയെ അന്നക്കുട്ടി സമയമായെന്നു പറഞ്ഞുവോ, സമയമായെന്നു പറഞ്ഞുവോ, നിമിഷങ്ങൾ വരികയെന്നോതി കരങ്ങൾ പിടിച്ചു. മിഴികളടച്ചു നീ സൗമ്യമാമൊരുക്കിനാസ്മിതമെന്നപ്പോൾ വിട ചൊല്ലി മടങ്ങിയോ, വിട ചൊല്ലി മടങ്ങിയോ. എണീക്ക്, കഴിക്കാം. എണീക്ക് പപ്പ. വേണ്ട മോളെ, മീനാക്ഷി കൊണ്ടുവന്നു, ഞാൻ കഴിക്കുകയും ചെയ്തു. നിങ്ങൾ പോയി കഴിച്ചിട്ട് കിടക്ക്. ഞങ്ങളെ കഴിച്ചതാണപ്പാ. എങ്കിൽ പിന്നെ കിടന്ന മക്കളെ, യാത്രയൊക്കെ കഴിഞ്ഞതല്ലേ. മോനെ ഒന്ന് താ. ഓ, I'm sorry.
പ്ലീസ് കീപ് ഗോയിങ് ഡാനി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ഐ സേ. നീ ഒരു ചെയ്തല്ല കാരണം. നിന്റെ ഒരു കൊമ്പത്തെ തന്തൻ തള്ളെ വരുമെന്ന് മോനെ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് വരേണ്ട സമയമായപ്പോ അവർക്ക് വേൾഡ് ടൂറിന് പോകണം പോലും. നീ ഒരുത്തിയ അപ്പന് ബസ് കൊടുക്കണ്ട, അമ്മയ്ക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. യാ ഐ സെഡ് അവിടെ കുഞ്ഞിനെ നോക്കാൻ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ രണ്ടുപേരെയും കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അനാവശ്യ ചെലവുകൾ വരുത്തി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. I say you keep quiet. അപ്പാ, നീ ഉറങ്ങിയില്ലേ? ഇല്ലപ്പാ. യാത്രാ ക്ഷീണമൊക്കെ ഇല്ലേ? അപ്പാക്ക് കിടക്കണ്ടേ? മോനെ, ശൈശവത്തിൽ ആരംഭിച്ച് കൗമാരവും യൗവനവും കടന്ന് മരണത്തിലേക്കുള്ള ജീവിതയാത്രയുടെ അവസാന പടിവാതിലാണ് വാർദ്ധക്യം. പങ്കായ നഷ്ടപ്പെട്ട തോണിക്കാരൻ ആ യാത്രയിൽ ഇനി എന്തു ചെയ്യാൻ? ഒഴുകുന്ന തോണിക്കൊരു കൂട്ടായി വെറുതെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി. എടാ മോനെ, അമേരിക്കയിലെ ഉയർന്ന ജോലിയും സിറ്റിസൺഷിപ്പുമാണ് നമ്മളെക്കാൾ ഏറെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള അവർ നിന്നിൽ കണ്ട മഹത്വം. അതുകൊണ്ടാണ് കല്യാണാലോചനയുമായി അവർ വന്നതും അത് നടന്നതും. അതവരുടെ കാഴ്ചപ്പാട്, അതവരുടെ ശരിയുമാണ്. അപ്പാ, സാരമില്ലടാ മോനെ. ഇനി നീ ചെയ്യേണ്ടത് അവരുടെ ശരിയോടൊപ്പം ചേർന്ന് പോവുക എന്നുള്ളത് മാത്രമാണ്. കാരണം ജീവിതം ഇനി നിനക്ക് മാത്രമുള്ളതാണ്. പെൻഷൻ പറ്റുന്നതുവരെ, അല്ലെങ്കിൽ സ്വത്ത് വീതം വെക്കുന്നതുവരെയേ ഞങ്ങൾ അപ്പന്മാർക്ക് ഈ നാടകത്തിൽ വേഷമുള്ളൂ. പക്ഷേ പ്രസവം മുതൽ വിശ്രമം എന്തെന്നറിയാതെ നെട്ടോട്ടമോടുന്ന അമ്മമാരെ കൊണ്ട് പിന്നെയും ആവശ്യമുണ്ടടാ. കുഞ്ഞുമക്കളെ വളർത്തി വലുതാക്കാൻ അവർ തന്നെ വേണ്ടേടാ. ഇതിനൊക്കെ ഇടയിൽ പരസ്പരം സ്നേഹിക്കാനും ജീവിക്കാനും മറന്നുപോയ മനസ്സുകളുടെ ശവപ്പുറമ്പാടാ ഞങ്ങളൊക്കെ. ചെല്ല്, മോൻ പോയി കിടന്നുറങ്ങ്. അപ്പൻ ഉറങ്ങുന്നില്ലേ? ആരും കയറി ഉടക്കിടരുത്. ഞാനൊരു തീരുമാനമെടുത്തു. മുമ്പായിരുന്നെങ്കിൽ അഭിപ്രായം ചോദിക്കാൻ അന്നക്കുട്ടി ഉണ്ടായിരുന്നു. തിരികെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നെറുകയിൽ സ്വർണ്ണപ്പൊട്ടുമായി അവിടുത്തെ കൈത്തോടുകളിൽ കുഞ്ഞു മീനുകൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ചേറിന്റെ മണമുള്ള പാടവരമ്പുകളും ഉത്സവങ്ങളും പെരുന്നാളുകളുമെല്ലാം മനസ്സിൽ തികട്ടി തികട്ടി വരുവാടോ. ഒരു ജീവിതത്തിനാകെ വേണ്ടത്
ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ ദാ ഈ ഒരു സഞ്ചിയിൽ കൊള്ളാനുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം വെറും മിഥ്യകളായിരുന്നല്ലോ. ഇത് ഈ വീടിന്റെ ആധാരവും മറ്റു റെക്കോർഡുകളുമാണ്. ഇത് ഡാനി വരുമ്പോൾ കൊടുക്കണം. പിടിക്കടോ. എല്ലാം അവന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എടോ അത് ഒരു ഉപയോഗശൂന്യമായ പാഴ്വസ്തുവാണ് നമ്മളെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായി തീരും. അല്ല, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഒരു രാത്രി മുഴുവൻ ആലോചിച്ച് കഴിഞ്ഞതാ ഹരിഹര. മീനാക്ഷി, ദാ ഈ താക്കോല് അങ്കിള് വരുമ്പോ കൊടുക്കണം. ഇത് വലിയ പാട്, ഒരു ചെറിയ സമ്മാനം. പിടിക്കേ. भैया एक चाय दे दो। भाई ये पश्चिम के लिए गाड़ी कब जाएगी? पश्चिम के लिए सर 1 बजे की गाड़ी है। दक्षिण के लिए कब जाएगा? दक्षिण के लिए 2:45 बजे का है। उत्तर के लिए कब जाएगा? अरे क्या हो गया भाई? അപ്പനിത് എങ്ങോട്ടാ? ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ട് പോയാൽ നിങ്ങൾക്കത് വിഷമമാകും. അപ്പാ, സ്നേഹബന്ധങ്ങളുടെ നിലയും വിലയും ഞാൻ കണ്ടു മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളിലാണ്. പണക്കൊഴുപ്പിന്റെ ധാരാളിത്തമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അറിയാതെ വന്നുപോയ തെറ്റിനും തെറ്റിദ്ധാരണകൾക്കും മാപ്പ്. ഞാൻ ഇനി തിരികെ പോകുന്നില്ല. ഇനി മോനെയും കൂടെ അങ്ങ് പിടിച്ചേ. എല്ലാ വീട്ടിലും ഒരു പ്രാർത്ഥനാമുറി ഉണ്ടാവും, അതിനുള്ളിൽ ദൈവങ്ങളും. ഇനി നമ്മുടെ വീടാണ് നമ്മുടെ ദേവാലയം. അവിടുത്തെ ദൈവം ഞങ്ങളുടെ അപ്പനും.